ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പുതിയതായിട്ടൊരു ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു വരുമാനം, അതിൻ്റെ പ്രോഫിറ്റ് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അല്ലേ. അപ്പോൾ ആ ഒരു നിലക്ക് മാസം നമ്മൾക്ക് 1,00,000 രൂപ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതും എന്നാൽ വളരെ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് തുടങ്ങാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു സൂപ്പർ ബിസിനസ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ നല്ല ഹൈ ഡിമാൻഡായിട്ടുള്ള ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ഇക്ബാൽ ഹുസൈൻ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ എന്താണ് ആ ബിസിനസ് എന്നുള്ളതല്ലേ? നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കുറച്ച് കാലം മുന്നേ വരെ ഒരു പ്രദേശത്ത് ഉണ്ട് എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സംഭവമാണ് ഓയിൽ മില്ല് എന്നുള്ളത്, അല്ലെങ്കിൽ വെളിച്ചെണ്ണ മില്ല് എന്നുള്ളത് അല്ലേ. ഒരുപാട് ഓയിലുകളുണ്ട് കേട്ടോ. നമ്മളതിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലെ ഏറ്റവും ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്നതും ഏറ്റവും ഹൈ ഡിമാൻഡായിട്ടുള്ള ഒരു ഓയിൽ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ, അതും വെളിച്ചെണ്ണ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അന്ന് അത് ഭയങ്കര റയറായിട്ടുള്ളൊരു മില്ലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിമാൻഡ് വർദ്ധിച്ചോടുകൂടി തന്നെ ഇന്ന് ഒരുപാട് രീതിയിൽ ഈ മില്ല് വികസിച്ചിട്ടുണ്ട്. അത് കുടിൽ വ്യവസായം പോലെ വന്നിട്ടുണ്ട്, നല്ല വലിയ രീതിയിലുള്ള പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഹൈ പ്രൊഫഷണൽ എക്സ്പോർട്ടഡ് പ്ലാന്റുകളും നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ ചെറിയ രീതിയിൽ, വളരെ ചുരുങ്ങിയ ലെവലിൽ നമുക്ക് ഒരു മില്ല് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നല്ല രീതിയിൽ വരുമാനമുള്ളത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തേങ്ങക്കാണെങ്കിലും കൊപ്രക്കാണെന്നുണ്ടെങ്കിലും വെളിച്ചെണ്ണക്കാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ വില വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഉപയോഗവും നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം, ഓയിലൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം അത് വെളിച്ചെണ്ണയാണ്. കാരണം ഒരു മിക്സ് ഇല്ലാത്ത അല്ലെങ്കിൽ മായം ചേർക്കാത്ത വെളിച്ചെണ്ണ ഓയിൽ കിട്ടുക എന്നുള്ളത് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാത്തിലും മായമുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള പേടിയും കാര്യങ്ങളൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാർക്കറ്റിൽ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ, നല്ല ഒറിജിനാലിറ്റി ആയിട്ട് നമുക്ക് ഈ സാധനം സപ്ലൈ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ കസ്റ്റമേഴ്സിന് നമുക്ക് കിട്ടും. അതേ മാത്രമല്ല നമുക്കിതിനെ എക്സ്പോർട്ട് ചെയ്യാൻ കഴിയും നല്ല രീതിയിൽ. ഇതിൻ്റെ ആവശ്യക്കാരെന്ന് പറയുന്നത് വേൾഡ് വൈഡാണ്. നമ്മൾക്ക് എത്രത്തോളം എത്തിച്ചു കൊടുക്കാൻ കഴിയും അത്രത്തോളം നമ്മൾക്ക് ഇതിൻ്റെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ കഴിയും, വികസിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഇന്ന് നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്, എങ്ങനെ നമുക്കൊരു ഓയിൽ മില്ല് അല്ലെങ്കിൽ ഒരു വെളിച്ചെണ്ണ മില്ല് സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഇതിനായിട്ട് നമ്മൾക്ക് ആകെ ആവശ്യമായിട്ട് വരുന്നത്, അപ്പോൾ ഇതിനായിട്ട് നമ്മൾക്ക് ആകെ വേണ്ടത് എന്ന് പറയുന്നത് ഒരു 200 മുതൽ 400 സ്ക്വയർ ഫീറ്റ് ഏരിയയാണ് നമുക്ക് ശരാശരി ഇതിന് വേണ്ടത് കേട്ടോ. പക്ഷെ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കൊരു 400 സ്ക്വയർ ഫീറ്റ് മുതൽ 500 സ്ക്വയർ ഫീറ്റൊക്കെ എടുത്തു വെക്കാം. അതല്ല നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 200-250 സ്ക്വയർ ഫീറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് 3 ഫേസ് കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്, നമുക്ക് നല്ല രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയും സ്ഥലമാണ് ഇതിനായിട്ട് വേണ്ടത്. ഓക്കെ, വലിയ പ്ലാന്റോ വലിയ സംഭവങ്ങളോ ഇതൊന്നും ആവശ്യമായിട്ട് നമുക്ക് വരുന്നില്ല. ചെറിയൊരു സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. നമ്മൾക്കിതിന് ആവശ്യമായിട്ട് വരുന്ന മെഷീൻസ്, ഓക്കെ, ഒരു 200 സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ 300 സ്ക്വയർ ഫീറ്റ് സ്ഥലമൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അവിടെ കറണ്ട് 3 ഫേസ് കണക്ഷൻ എടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത് എന്ന് പറയുന്നത് ഇതിൻ്റെ മെഷീൻസാണ്. ഓക്കെ, അതിലിപ്പോൾ മെയിനായിട്ട് വരുന്നത് ഇതിൻ്റെ ഒരു ഓയിൽ എടുക്കുന്ന മെഷീനാണ്. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ കോൾഡ് പ്രസ് മെഷീന് അല്ലെങ്കിൽ ഓയിൽ എക്സ്പെല്ലർ. ഓക്കെ, പിന്നെ അതുപോലെ കൊപ്ര കട്ടർ. ഇത് നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് ചെയ്തിരുന്നത് കൈകൊണ്ട് മാനുവലി എടുത്തിരുന്നത്. ഇപ്പോഴും നമ്മുടെ തൊട്ടടുത്ത് ഒരു മില്ലിൽ മാനുവലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലേബേഴ്സിനെ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു കട്ടർ മെഷീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒന്നുകൂടിയും ഫാസ്റ്റാവും, അല്ലെങ്കിൽ ഒന്നുകൂടിയും ഈസി ആയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഓക്കെ,
അപ്പോൾ ഒരു കട്ടർ വേണം, അതേപോലെ തന്നെ ഒരു ഓയിൽ ഫിൽറ്റർ മെഷീൻ വേണം, തന്നെ സ്റ്റോറേജ് ടാങ്ക് വേണം. ഓക്കെ, പിന്നെ ഒരു വെയിങ് മെഷീൻ വേണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് മില്ലിലോട്ടായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. മെയിനായിട്ട് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ഓയിൽ എടുക്കുന്ന പ്രസ് മെഷീനാണ്. പിന്നെ കൊപ്ര കട്ടർ നിർബന്ധമാണെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് മാനുവലി ഒരാളെ ചെയ്യിക്കാം. അതേപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ മെഷീൻ നിർബന്ധമായിട്ട് വെക്കുക, സ്റ്റോർ ടാങ്ക് വെക്കുക, വെയിങ് മെഷീൻ. ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഇതിനായിട്ട് ആകെ വേണ്ടി വരുന്നത്. ഇതിന് പ്രോസസ് ചിലവ് എന്ന് പറയുന്നത് എന്താ പറയുക, മിനി ഓയിൽ എക്സ്പെല്ലർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ലക്ഷം രൂപ വരെ, 1.5 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെയൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഫിൽറ്റർ മെഷീൻ, ഫിൽറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 30,000 മുതൽ 70,000 രൂപ വരെ ഒരു എസ്റ്റിമേറ്റ് ഉണ്ട് പറയണത്. ഓക്കെ, ഇത് കറക്റ്റ് ആവണമെന്നില്ല, കൂടി കുറഞ്ഞിട്ടൊക്കെ നിൽക്കാം. പിന്നെ അതേപോലെ തന്നെ ഇത്രയാണ് മെയിനായിട്ടുള്ള വരുന്ന ചിലവും കാര്യങ്ങളൊക്കെ. നമുക്കൊരു 5 ലക്ഷം രൂപയുടെ ഉള്ളിലൊക്കെ നമുക്ക് മെഷീൻ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. പിന്നെ ഇതിന് വേണ്ട ലൈസൻസ് എന്ന് പറയുന്നത് നമുക്ക് ലോക്കൽ പഞ്ചായത്ത് ലൈസൻസ് വേണം, അത് പഞ്ചായത്ത് പരിധിയിലാണ് പഞ്ചായത്ത് ലൈസൻസ് വേണം, മുനിസിപ്പാലിറ്റി പരിധിയിലാണ് മുനിസിപ്പാലിറ്റി ലൈസൻസ് വേണം, FSSI വേണം. ഓക്കെ, അതേപോലെ തന്നെ GST നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എടുത്താൽ മതി. MSME ഉദ്യമ രജിസ്ട്രേഷൻ വേണമെങ്കിൽ എടുക്കാം. നിങ്ങൾക്ക് ലോണൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ലോണൊക്കെ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ലോണ് പെട്ടെന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോൺ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ MSME ഉദ്യമ രജിസ്ട്രേഷൻ എടുക്കൽ അനിവാര്യമാണ്. അപ്പോൾ അത് എടുത്ത് വെക്കാൻ ശ്രമിക്കാം. പിന്നെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, കൊപ്രയാണ്, ഉണക്കത്തേങ്ങ. അത് നമുക്ക് പച്ചത്തേങ്ങ നമുക്ക് നമ്മുടെ നാട്ടുപുറത്ത് നമ്മളെ വീടുകൾ കേന്ദ്രീകരിച്ചെടുക്കാം, ഫാമുകൾ കേന്ദ്രീകരിച്ചെടുക്കാം, മാർക്കറ്റിൽ നിന്ന് വാങ്ങാം. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിതിനെ സോഴ്സ് ചെയ്യാൻ കഴിയും. ഓക്കെ, പിന്നെ ഇത് നമുക്കറിയാം, നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് ഫേസ്ബുക്കും യൂട്യൂബും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ കഴിയും. കാരണം ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ നമ്മൾ ജെന്യുവിനിറ്റി കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് അത് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നല്ല ഇഷ്ടംപോലെ നമ്മുടെ ലോക്കൽ ഷോപ്പുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ആയുർവേദിക് ഷോപ്പുകൾ, ഇതേപോലെ തന്നെ നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് വഴി വാട്സപ്പ് ഓർഡർ എടുത്തിട്ട് നമുക്ക് ഓൺലൈനൊക്കെ കൊടുക്കാം. എക്സ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും സാധിക്കും. നമുക്കറിയാം വിദേശത്തേക്കൊക്കെ നല്ല ഒറിജിനൽ മായം ചേർക്കാത്ത എണ്ണകൾക്കൊക്കെ അല്ലെങ്കിൽ വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല രീതിയിൽ മാർക്കറ്റ് ഉണ്ട് വിദേശത്തൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എക്സ്പോർട്ടിങ് മാത്രം ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അതൊന്നല്ല, നമുക്ക് നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ തന്നെ വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് നല്ല പാക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, നല്ല രീതിയിലൊക്കെ ബോട്ടിൽ പാക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ തന്നെ നല്ല രീതിയിൽ വിപണി പിടിച്ചെടുക്കാൻ കഴിയും നമുക്ക്. അപ്പോൾ നല്ല പ്രോഫിറ്റുള്ള ബിസിനസ്സും കൂടിയാണ്. ഇതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഏകദേശം ഇപ്പം നമുക്കറിയാം, ഒരു കൊപ്ര കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊപ്രയുടെ ഒരു എമൗണ്ട് വരുന്നത് 120 രൂപ, ഓയിൽ സെല്ലിംഗ് പ്രൈസ് വരുന്നത് 220 രൂപ മുതൽ 250 രൂപ വരെയൊക്കെ ഒരു എസ്റ്റിമേറ്റാണ് പറയണത്. അതേപോലെ തന്നെ ഇതിൻ്റെ പിണ്ണാക്ക് വിറ്റ് കഴിഞ്ഞാൽ വേറെ എക്സ്ട്രാ പൈസ വേറെ അതുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒരു ദിവസം നമുക്കൊരു 19 ലിറ്ററൊക്കെ നമ്മൾക്ക് എന്താ പറയുക വിൽക്കാൻ കഴിഞ്ഞാൽ, ഒരു 50 ലിറ്ററൊക്കെ ദിവസം പോയി കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനമാവും നമുക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റുള്ളൊരു ബിസിനസ്സാണ് വെളിച്ചെണ്ണ മേക്കിംഗ് അല്ലെങ്കിൽ ഓയിൽ മില്ല് എന്നുള്ളത്. അപ്പോൾ ഒരു പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സും കൂടിയാണത്. ഓക്കെ, പുതിയ ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് പരിഗണിക്കാവുന്നതാണ് നല്ല രീതിയിൽ. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.